ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വിദ്യാർത്ഥികളോടൊപ്പം വിദ്യാർത്ഥികളുടെ സ്വരമായിട്ട് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞു. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഈ ഒരു ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ പല കാര്യങ്ങളിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ വീണ്ടും വിദ്യാർത്ഥികളുടെ വിജയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, കീമിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന വളരെ കുറച്ച് ചാനൽസ് അല്ലെങ്കിൽ വളരെ കുറച്ച് മീഡിയ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ പാല എടുത്തു കഴിഞ്ഞാൽ, സൈലം എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം പഠിപ്പിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൂടിയാണ്. അപ്പോൾ നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന അപ്ഡേറ്റ്സ് കൊടുക്കുന്ന വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ അവരിൽ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം പലപ്പോഴും പ്രധാനപ്പെട്ട മീഡിയകൾ, ഏഷ്യാൻ ന്യൂസ്, 24 ന്യൂസ്, ആ രീതിയിൽ മുഖ്യധാരയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യാൻ പ്രധാനപ്പെട്ട സംഘടനകൾ തയ്യാറാകാതെ പോകുന്നുണ്ട്. ഇതെല്ലാം അവരൊരു മൈനോറിറ്റി ആയതുകൊണ്ടോ അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടോ ആയിരിക്കാം. പക്ഷേ എന്തായാലും നമ്മുടെ ശബ്ദം പുറത്തോട്ട് വന്നിരിക്കുകയാണ്. കീം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട സമൂഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ കീം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെയിലി അതിൻ്റെ അപ്ഡേറ്റ് അതിലൂടെ തന്നെ തരാൻ ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എടുത്ത് പരാമർശിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാമിനെ എടുത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി പ്രഷർ വന്നിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു പ്രശ്നം പലവിധ കാരണങ്ങളാൽ ഇപ്പോൾ മുഖ്യധാരയിലേക്ക് എത്തി എന്നത് കീം 2025 അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്ഡേറ്റുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും വിജയം തന്നെയാണ്. അതിൽ ചെറുതല്ലെങ്കിലും ചെറുതായ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ താഴെ ഈ മഴ അവധിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇത് വരുമ്പോൾ നമുക്ക് ഉടനെ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യും. കീം അപ്ഡേറ്റ് ഉണ്ടോ എന്ന് കമന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്, എനിക്കറിയാം. പക്ഷേ ഒരു തരത്തിലുള്ള വാർത്തയും ഇതുവരെയും പ്രധാനപ്പെട്ട മീഡിയകൾ കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ശബ്ദമുയർത്തിയപ്പോൾ അത് അവർക്ക് അവഗണിക്കാതിരിക്കാൻ കഴിയില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, പ്രഷർ, ഏറ്റവും വലിയ കാര്യം പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ ഏറ്റെടുക്കുമ്പോൾ പ്രഷറാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പ്രഷറാണ്. അതെന്തായാലും വന്നിട്ടുണ്ട്. കൂടുതൽ